വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്രോഷറ്റിൻ്റെ ബേസിക് സ്റ്റിച്ചാണ്. അപ്പോൾ ക്രോഷറ്റിൻ്റെ ബേസിക് സ്റ്റിച്ച് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ചെയിൻസാണ്. അപ്പോൾ ചെയിൻസിലാണ് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ആയാലും ഡബിൾ ക്രോഷറ്റ് ആയാലും ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും എല്ലാം നമ്മൾ ചെയിൻസിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് യാണും ഹുക്കും ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ ടെക്നിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഹുക്കും യാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2mm ഹുക്കാണ് എടുത്തേക്കുന്നത്. വന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കോട്ടൺ യാണാണ്. നോട്ട് ചെയ്യാനായിട്ട് അത് നമ്മുടെ യാൺ എടുക്കുക, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ 2 ഫിംഗേഴ്സ് എടുക്കുക, യാൺ ജസ്റ്റ് പൊക്കുക, എന്നിട്ട് ഈ 2 ഫിംഗേഴ്സ് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, 2 ഫിംഗർ യാൺ ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഷോർട്ട് യാണിനെ ഇതിൻ്റെ ഇടയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ മിഡിൽ ഫിംഗറും ഈ തമ്പും വെച്ചിട്ട് എന്നിട്ട് ലോങ് ടെയിലിനെ ഇങ്ങനെ ഫുൾ ചെയ്തെടുക്കുക, ടൈറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോഡെന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ യാൺ ലെഫ്റ്റ് ഹാൻഡ് അല്ല 2 ഫിംഗർ എടുക്കുക, യാൺ 2 ഫിംഗർ ജസ്റ്റ് അകത്തോട്ട് കൊണ്ടുപോവുക, ഒരു ട്വിസ്റ്റ് ചെയ്യുക, ഈ ഷോർട്ട് ടെയിലിനെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വയ്ക്കുക, മിഡിൽ ഫിംഗറും തമ്പും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ലോങ് ടെയിലിനെ ഇങ്ങനെ പിടിക്കുക. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഹുക്ക് ബേസിക്കലി നമ്മുടെ റൈറ്റ് ഹാൻഡിൽ, എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഈ ഫിംഗർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ലോങ് ടെയിലിൻ്റെ അകത്തോട്ട്. ഓക്കെ, എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഗ്രാബ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നമ്മുടെ ഈ മിഡിൽ ഫിംഗറും തമ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കാം, ഒരു ഹോൾഡ് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ചെയിൻസ് മേക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന ചെയിൻസാണ്. നമുക്ക് ചെയിൻസ് നോക്കാം. ഓക്കെ, ചെയിൻസ് ഇടാനായിട്ട് ജസ്റ്റ് നമ്മുടെ ഹുക്ക് ഇതിന് പാരലായിട്ട് വയ്ക്കുക, എന്നിട്ട് ഹുക്ക്. ഓക്കെ, ഹുക്ക് അണ്ടറിലോട്ട് എടുക്കുക, എന്നിട്ട് പുൾ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറിയൊരു റൗണ്ട് കണക്ക് അകത്ത് ചെറിയ സ്പേസ് കാണും, അതിൻ്റെ അകത്ത് കൂടെ എടുക്കുക. ഇതിനെയാണ് 1 ചെയിൻ എന്ന് പറയുന്നത്. ഒരു വിനെയാണ് നമ്മൾ ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. യാൺ ഓവർ, ഓക്കെ, ദെൻ പുൾ ത്രൂ. രണ്ടാമത്തെ പി then is considered as second chain. ഓക്കെ, അതിൻ്റെ അകത്തോട്ട് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, ദെൻ തന്നെ ഗ്രാബ് ചെയ്ത് ഈ വീക്കകത്തൂടെ പുൾ ത്രൂ ചെയ്യുക. ഇപ്പം നമ്മൾ ഇതിൽ 3 ചെയിൻസാണുള്ളത്. ഓക്കെ, നമുക്കൊരു 10 ചെയിൻസ് ചെയ്യാം. അപ്പം 3 ചെയിൻസ് ഓൾറെഡി ആയി. ഇത് നമുക്ക് 7 ചെയിൻസ് കൂടി ചെയ്യണം. ഓക്കെ, 3 yarn over, through, 4th, yarn over, through, 5th, yarn over, through, 6, yarn over, 7,
yarn over 8, yarn over 2, yarn over 2, iron, yarn over 2, 10. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10 ചെയിൻസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ചെയിൻസ് ജസ്റ്റ് കൗണ്ട് ചെയ്യാം. ഇതിൽ ഈ വി എന്ന് പറയുന്നത് 1 ചെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം കൂടുതലായിട്ട് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ ചെയിൻസ് കൂടുതലായി പോയി കഴിഞ്ഞാൽ ലോങ് ടെയിലല്ലേ. ഓക്കെ, ഈ ലോങ് ടെയിലിൽ ജസ്റ്റ് ഓക്കെ, അപ്പോൾ കറക്റ്റ് ചെയിൻസ് ആവും നിങ്ങൾക്ക്. ഇതാണ് നമ്മൾ ചെയിൻസ് കൂടുതൽ ആകുമ്പോഴത്തേക്കും ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് അഴിച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ക്രോഷറ്റ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.